അമേരിക്ക തകർക്കാൻ ശ്രമിക്കുക. മൂന്നാം ലോകമഹായുദ്ധം വരാറായി. ഒരു വൻ ഭരണത്തിൽ വന്നാൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. പക്ഷെ ഇസ്രായേലിന്റെ പാളയത്തിൽ ഒന്നുണ്ടായിരുന്നു, കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. കൊലപാതകം നടത്തിയാൽ 18 ലക്ഷം രൂപ. സ്വോത്രം. മിസ്രൈമിന്റെ പാളയത്തിനകത്ത് ഇസ്രായേൽ മക്കൾ കിടക്കുക. ഈ മിസ്രൈമാർ നല്ല തീറ്റയും കൂടി അൽപകാമും കൂടി മന്തിയൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇസ്രായേലിന്റെ പാളയത്തിൽ ഒന്നുണ്ടായിരുന്നു, കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്കായി സംഹാരകൻ രാത്രിയിൽ കയറി വരുന്നു. ഫറവോന്റെ കൊട്ടാരം മുതൽ ആദ്യജാതൻ പാർത്ത കുണ്ട്ര വരെ കുണ്ട്രയിൽ വരെ സംസ്കാരം നടക്കുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ പാർത്ത ഒരിടത്ത് സംഹാരകൻ കയറിയില്ല, കരമുയരുന്നില്ലല്ലോ. കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ രാത്രിയിൽ 108 ആംബുലൻസ് നിന്റെ വീട്ടിൽ വരാൻ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പാടാ, രാത്രിയിൽ ഞങ്ങളെ കരുതിയ ദൈവം, രാവിലെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച ദൈവം. അതുകൊണ്ട് അച്ഛനും അമ്മയും പാടും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവം എന്നേക്കും ഉള്ളത്. സ്വോത്രവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മധ്യാഹ്നത്തിനകത്ത് ആര് വന്നു? ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അബ്രഹാം അവരെ കണ്ടുടനെ ബ്രദേഴ്സ് അല്ലെ ദൈവദാസന്മാരെ ഇരുന്നാട്ട് ഓരോ ഗ്ലാസ് വെള്ളം മിനറൽ വാട്ടർ കൊടുത്തു കാണും. ഉടനെ സാറെ വിളിച്ചു. സാറാ ഇവിടെ എന്തുകൊണ്ട്? സാറാ പറഞ്ഞു 3 ഇടങ്ങഴി മാവുണ്ട്. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് ആരാ? സ്വോത്രം. കാട്ടാക്കട വിസ്മയ അല്ല, സന്തോഷമില്ലല്ലോ. ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സാറാമച്ചി. നിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചാപ്പിടുന്ന കുബൂസ് ഇപ്പോൾ കുറ്റിച്ചൽ പോയാലും കിട്ടും, 40 രൂപ കൊടുത്താൽ മതി. സ്വോത്രം. അബ്രഹാം എന്തോ ചെയ്തു? തൊഴുത്തിനകത്ത് പോയി നല്ലൊരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തു. പടപട മട്ടൻ കറിയും കുബൂസും ഉണ്ടാക്കി. ആരാ? അബ്രഹാം. അപ്പോൾ അത് ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? കാട്ടാക്കട വിസ്മയല്ല, നെയ്യാറ്റിക്കര വിസ്മയമല്ല. മനസ്സിലാകുന്നവർക്കായി ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് അവറാച്ചാന് സാറാമാമേ രണ്ടുപേരും നല്ല ഭക്ഷണം കൊടുത്ത് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ നോക്കിയപ്പോൾ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ എന്തുകൊണ്ട് അവറാച്ച വിശേഷം? അവറാച്ചാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞത്? കേരള ലോട്ടറി, പെരിയാർ ലോട്ടറി, വിഷു ബമ്പർ, എനിക്ക് വീട് കിട്ടും, കാറ് കിട്ടും, മക്കളെ തെക്കേ അമേരിക്കയിൽ അയക്കുമെന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പം ദൈവദാസി ഇറങ്ങി വന്നു. സാറാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞ? SAT-ലൊക്കെ മാഡം പറഞ്ഞ് ഇനി കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ക്രെഡൻഷ്യൽ ശാന്തമ്മ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരികയെ വേണ്ട, കർവാപ്പസി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. MRIയും എടുത്തുകൊണ്ടിരിക്കുക. സ്വോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർ അബ്രഹാമിനോട് സാറേനും പറഞ്ഞു, നെടുമങ്ങാട് പുതിയതായിട്ട് ഒരു റിലയൻസ് വന്നിട്ടുണ്ട്, ഇന്ന് വൈകിട്ടായി. നാളെ പോയി ആട്ടോയ്ക്കകത്ത് ഒരു തൊട്ടി മേടിക്കണം, 3 കിലുക്കും മേടിക്കണം. മനസ്സിലാക്കുന്നവർക്കായി സാറ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് മറഞ്ഞു ചിരിച്ചു. ഇന്ന് രാത്രി യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? വചനം ഏറ്റെടുക്കുന്നവർക്കായി. കത്തി തൊടാതെ സർജറി ഞാൻ കരുത്തുറ്റവനാ. അമ്മാമേ അച്ചായ അബ്രഹാമിൻ്റെ വയസ്സ് എത്ര? 99 വയസ്സ്. നാടൻ ഭാഷ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. സാറയുടെ ഗർഭപാത്രം മുഴുവൻ ട്യൂമറൊക്കെ ആയിപ്പോയി, ഫലോപ്യൻ നാളികളൊക്കെ ചുരുങ്ങിപ്പോയി, ഇനി മക്കളുണ്ടാകത്തില്ലെന്ന് ലോകം എഴുതി. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ് കമ്മിങ്, യേശുവിൻ്റെ നാമത്തിൽ കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ അസ്ഥികളെ ചലിപ്പിക്കുവാൻ, നിന്റെ ഞരമ്പുകളെ ചലിപ്പിക്കുവാൻ, നിന്റെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡുകളെ കരിക്കുവാൻ ഒരു റേഡിയേഷൻ്റെ ആവശ്യമില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പ്രായം എത്ര പോയാലും, സമയം എത്ര പോയാലും, ആശുപത്രികൾ നിനക്കെതിരെ തള്ളിയാലും നിന്റെ കണ്ണുനീരിന് മറുപടി തരുവാ. അബ്രഹാമിന് വേണ്ടി മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സന്തോഷമില്ലല്ലോ. കത്തി തൊടാതെ ഡോക്ടർമാർ മാറും, ആശുപത്രിക്കാർ മാറും, മെഡിക്കൽ റിപ്പോർട്ട് മാറും. എന്നാൽ ഇന്ന് രാത്രി മാറാത്തവൻ്റെ കരം നിന്റെ കുടിലിനകത്തിറങ്ങിയാൽ ഇന്ന് രാത്രി ആരേറ്റെടുക്കും? ലോകം പറയും ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. ചെറുപ്പക്കാരി ഇന്ന് രാത്രി കരമുയർത്ത്. ഇന്ന് രാത്രി ഇമ്പോസിബിൾ അല്ല, കരമുയർത്തി പറയണ എല്ലാം പോസിബിൾ. എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാവരും കേൾക്കണം, എനിക്കിന്നും മറക്കാൻ പറ്റത്തില്ല. 2014 തിരുവനന്തപുരം വെള്ളറട 5 മരങ്കാല CSI സഭ ദിനം 1000 പേരുള്ളതാ. അന്ന് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പരിചയമുള്ള സ്റ്റാൻലി ദേവനേശ സാറാണ് എന്നെ 5 മരങ്കാലിൽ CSIയുടെ ഡിസ്ട്രിക്റ്റിന് കൊണ്ടുവന്നത്. ഭയങ്കര കൺവെൻഷൻ, ആയിരക്കണക്കിന് പേര് കൂടുന്ന കൺവെൻഷൻ. 3-ാം ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം രാത്രി ശാലേം രാജൻ വരുന്നൊരു തുണികൾ, ഒരു 15 അച്ഛന്മാരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ സ്റ്റേജിനകത്ത് ആത്മാർത്ഥമായിട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അനേകം പേർക്ക് മക്കളില്ല, നമുക്കൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. ഞാൻ പറയാം അച്ഛാ അത് വളരെ നല്ല കാര്യമാണ്. മനസ്സിലാകുന്നവർക്ക് അന്ന് രാത്രി യോഗത്തിനകത്ത് ഞാൻ നല്ലതുപോലെ മുട്ടുമടക്കി. അച്ഛന്മാർ
പാവപ്പെട്ട വൈദികരും എൻ്റെ കൂടെ മുട്ടുമടക്കി മക്കളില്ലാത്തവരെ മുമ്പോട്ട് വിളിച്ചു. നല്ലതുപോലെ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു, കൺവെൻഷൻ കഴിഞ്ഞു. വെളുപ്പിന് 4:40 വെള്ളറടയിൽ നിന്നുള്ള തിരുവനന്തപുരം ഭാഷയിൽ ഞാൻ യാത്രയായി. അതിനുശേഷം പിന്നെ ആറാട്ടുകൂടി CSIയിലാണ് പോകുന്നത്. 6 മാസം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വരുന്നത് വലിയ വഴി, തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പൂരിനകത്ത് വലിയ വഴിയിൽ അവിടെ വീട്ടുമുറ്റത്തും CSI ആയിട്ട് ബന്ധപ്പെട്ട കൺവെൻഷൻ നടക്കിയ സ്തോത്രം. ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി ഒരു കുഞ്ഞുമായിട്ട് വന്നു. സ്തോത്രം. അവരെന്നോട് ചോദിച്ച പാസ്റ്റർ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കൾ, ഞാൻ എവിടെല്ലാം പോകുന്നത് എത്ര പേര് ഓർക്കാനാണ്. ഞങ്ങൾ 5 മരക്കാല CSI പള്ളിയിൽ നിന്നാണ് വരുന്നത്. ആ കൺവെൻഷനകത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 11 വർഷം മക്കളില്ലായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയിൽ ദൈവകരമിറങ്ങി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവന സ്വർഗത്തിലെ ദൈവം. സംശയമുണ്ടെങ്കിൽ 5 മരക്കാല CSI ചെന്ന് ചോദിച്ചാൽ മതി. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ നാൽമാർത്തയോടെ മുട്ടുമടയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ഞങ്ങളെ തൊട്ട്. ഇന്ന് രാത്രി 5 മരക്കാല മാത്രമല്ല, ആര്യനാട് നിന്നെ തൊടുവാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നിട്ടുണ്ട്. 99 വയസ്സുള്ള അബ്രഹാമിൻ്റെ അസ്ഥികൾ ചലിച്ചെങ്കിൽ, 89 വയസ്സുള്ള സാറയുടെ ഉദരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങളുടെ യേശു ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ജീസസ് ഈസ് അലൈവ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കിട്ടു എന്താ? ചിരിയുടെ സന്തതി സഖാക്ക്. അവിടെ കൊണ്ട് ആരംഭിക്കുക, അവസാനിക്കുന്നില്ല. വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഒരപ്പച്ചനും അമ്മച്ചി എന്താ കൊടുത്തത്? ഒരു നേരത്തെ വെള്ളം, ഒരു നേരത്തെ മട്ടൻ കറി, ഒരു നേരത്തെ കുബോസ്. പാസ്റ്റർമാർ മറക്കും, സെൻറ്ററുകാർ മറക്കും, കേന്ദ്രക്കാർ മറക്കും, കമ്മിറ്റിക്കാർ മറക്കും. അമ്മാമ്മ മറക്കാത്ത ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉണ്ട്. ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറ്, അവരുടെ നിലവിളി ഞാൻ കേട്ടു, കഷ്ടത ഞാൻ കണ്ടു. പട്ടിണി മൂലം ആരും മരിച്ചില്ല. എൻ്റെ ദൈവം ആര്? കേട്ടാട്ട് മാറയെ പിളർന്ന് മധുരജലത്തെ കൊടുത്തു. കരമുയർത്തുന്നവർക്കായി. 2, ഇവിടെ ആര്യനാട്ടൊരു അമ്മാമ്മ ബന്ധുക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു കോഴിയെ പിടിക്കണമെങ്കിൽ 3 പറമ്പോടണം. ബേ 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 ബേ. പക്ഷേ ഇസ്രായേൽ ജനം രാവിലെ വാതിൽ തുറക്കുമ്പോൾ ഹിന്ദിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ആട്ടുകിലോ മുറുകി ബാർ കടാകെ പക്കടോ കാടപ്പക്ഷി കിടന്നു. സ്വോത്രം. 3-മത്തത് ആകാശത്തിൻ്റെ വിധാനങ്ങളെ തുറന്ന് മന്നായ കൊടുത്തവനാ സ്വർഗത്തിലെ ദൈവം. ഒരപ്പനും അമ്മയും ഒരു നേരത്തെ ആഹാരം ദൈവമക്കൾ കൊടുത്തപ്പോൾ 400-ൽ പരം സംവത്സരം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആകാശത്തിന്റെ വിധാനങ്ങളെ തുറന്ന് അനുഗ്രഹിച്ചവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് 39-ാമത് കൺവെൻഷൻ വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. കരമുയർത്തുന്നവർക്കായി നീ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത, ദൈവസഭയ്ക്ക് ഒരു ചാക്ക് സിമെന്റ് കൊടുത്ത, നാട്ടുകാരും വീട്ടുകാരും മറക്കും. എന്നാൽ മറക്കാത്ത ഒരുവൻ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിൽ മാറിയത് മാത്രമല്ല, ആര്യനാട് പട്ടണത്തിലും അവന്റെ കരം ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ചില അത്ഭുത രോഗശാന്തിയുടെ കരം ഇവിടെ വെളിപ്പെടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ഡോക്ടറിന്റെ റിപ്പോർട്ടുകൾ മാറും. ഈ ഗ്രൗണ്ടിനകത്ത് നീ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിന്റെ ചലിപ്പിക്കാത്ത ഓർഗനെ ചലിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലെ അന്യായ മുഴകളെ കത്തിച്ചു കളയുക. ഷാറയുടെ ഉദരത്തിനകത്ത് വചനമിറങ്ങിയപ്പോൾ ഒരു ചേഞ്ച് നടന്നതുപോലെ. കമോൺ, ആരിന്ന് രാത്രി കരമുയർത്ത്. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ യൂട്രസിനകത്തുള്ള ഹല്ലേലൂയ എല്ലാ അന്യായ മുഴകളും എൻഡോമെട്രിസിസുകളും ഇന്ന് രാത്രി ഫലോപ്പിയൻ ടെസ്റ്റുകൾ മാറി പുതിയൊരു വഴി തുറക്കുക. മമ്രയുടെ തോപ്പിനകത്ത് ഇറങ്ങി വന്ന കരം ഈ രാത്രി എന്നെ തൊടുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവദാസന്റെ കരം തൊടണ്ട, ഒരു അഭിഷിക്തന്റെ കരം തൊടണ്ട. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം. Come on, the ladder of the heaven is coming in this moment. യേശുവിന്റെ നാമത്തിൽ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇറാഖില പറഞ്ഞത് കിട്ടിയത് കനാനിൽ. കരമുയർത്തുന്നവർക്കായി. ആര്യനാട് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതറ്റത്ത് ചെന്നാലും നിന്നെ മാനിക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ആകാശം മാറും, ഭൂമിയും മാറും, എന്നാൽ മാറാത്തതൊന്ന് ദൈവത്തിൻ്റെ വചനം. അവസാനമായി യോഗനാട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നാട് കടത്തുന്നു. എവിടത്തേക്ക്? ഗ്രീസ്. അവിടെ ഏതൻസ് ഒളിമ്പിക്സ് 60 മൈൽ നീളത്തിൽ പത്മോസ് തേംസ് നദി. അത് കഴിഞ്ഞിട്ട് 16 നീളം 10 വീതി പത്മോസ് ദ്വീപ്. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. വയോധികനെ നാട് കടത്തി 5 കാഴ്ച. ആകാശമുട്ട കരിമ്പന്, പച്ച മനുഷ്യന് കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥികഷം തരുന്ന പരുന്തുകൾ, തനിക്ക് മുമ്പേ വന്നവരുടെ തലയൂട്ടിയുടെ ദുർഗന്ധ പാറക്കൂട്ട്. അവിടെ ഡ്രമ്മ അതുപോലെ തന്നെ കീബോർഡ് ഒന്നുമില്ല. കർത്തൃദിവസത്തിൽ ആത്മവിവശനായി കരമുയർത്തുന്നവർക്കായി. കാൽവരി ദർശനം കണ്ടവർ സഭയിലല്ല, വീട്ടിൽ മുടക്കിയാലും ദൈവകരം ഇറങ്ങി വരും.
ഇന്ന് രാത്രി ഒരു ദൂതൂടെ പറഞ്ഞ് അങ്ങ് പ്രവേശിക്കാം. എന്താ എന്ന് നമ്മുടെ പഴയ പുൽപ്പ അതെല്ലാം നാക്രിക്കാരന് കൊടുത്ത് കാണും, സന്തോഷമില്ലല്ലോ. പണ്ടത്തെ കാലത്ത് ദൈവവിശ്വാസികൾ രാജ്യാനൊക്കെ വിട്ടിരിക്കുന്നു, പ്രശ്നം വരുമ്പോൾ ഒറ്റ പരിപാടിയാ, പുൽപ്പായ്ക്കകത്ത് മുട്ടുമടക്കും, സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ഇന്ന് തിരുവനന്തപുരം കള്ളപ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കും, സ്വോത്രം ആന വരുന്നു കോഴി വരുന്നെന്ന് പറയും. സ്വോത്രം നീ ആദ്യ ഹൃദയം നുറുങ്ങി വന്ന് പ്രാർത്ഥിച്ചാട്ട് സ്വർഗത്തിൻ്റെ കോവണി അമ്മാമേ എന്ന പായ്ക്കകത്ത് കണ്ണുനീര് വീഴുമ്പോൾ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ലൂസിൻ്റെ പട്ടണത്തിൽ യാക്കോബിന് വേണ്ടി ഒരു കോവണി ഇറങ്ങി, അതുപോലെ യോഹന്നാന് വേണ്ടി പത്മോസിന് ഒരു കോവണി ഇറങ്ങി, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചക്കുമതിച്ച ഗിദെയോന് വേണ്ടി ഒരു കോവണി ഇറങ്ങി. ഇന്ന് രാത്രി ഫെലിസ്ത്യരുടെ കൂട്ടത്തിൽ നിന്ന് അവസാനമായി ശിംശോൻ നിലവിളിക്കുമ്പോൾ അവനെ കെട്ടിയ ചണനൂലുകളെ അറക്കുവാൻ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി. കരമുയർത്തുന്നവർക്കായി ലാസ്റ്റ് മോമെന്റിലും നിനക്ക് വേണ്ടി വഴികളെ തുറക്കുക സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. വചനം ഏറ്റെടുക്കുന്നവർക്കായി സ്വർഗം തുറക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഘോരഘോരം അവരിലേക്ക് നോക്കിയവർ ആര്യനാട് പ്രകാശിതരായി കുറ്റിച്ചെല്ല അവരുടെ മകൻ ലജ്ജിച്ചു പോയതുമില്ല. പുളിമോട്ടിൽ എളിയവർ നിലവിളിച്ചു. ഇന്ന് രാത്രി ഉടമലക്കലിൽ അവരുടെ മുഖം പ്രകാശിപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. കാൽവറിയിൽ 186 മുള്ളുള്ള കിരീടം 39 അടി പെരിട്ടോണീസിന്റെ ചാട്ടവാറിൽ വിരൂപമാക്കപ്പെട്ട യേശുവിൻ്റെ പൊന്മുഖം കണ്ട് യോഹന്നാൻ മുട്ടുമടക്കി. അവൻ്റെ തലമേൽ കരമാദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ. മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും അന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്. ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമോ ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും വെളിപ്പാട് പുസ്തകം മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം എപ്പോക്കാലിപ്സ്. ശംഖപീഠത്തിന് പിൻപിൽ യുഗത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 ദാ കുഞ്ഞു വായിച്ചു, സഭ ഇവിടില്ല. ആഫ്റ്റർ ദ ഡിപ്പാർച്ചർ ഓഫ് ദ ചർച്ച്, അഥവാ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം എന്ത് നടക്കും? അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ എന്നോട് സംസാരിച്ച കാകളനാഥ ഇവിടെ കയറി വരിക. മേലാൽ 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ യഹൂദൻ്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനം. 13 ലോകം ഒരുവൻ്റെ കയ്യിൽ, അതിൻ്റെ ഒരു ഭാഗം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. ഇനി വരുന്നു ബൈബിളിലേക്ക്. താഴ്മയോടെ എല്ലാവരും കേട്ടിരിക്കണം. നേരെ അമേരിക്കയിലേക്കും മൈക്രോചിപ്പിലേക്കുമാ ഇന്ന് രാത്രി. കേട്ടോ കേട്ടോ കേട്ടോ. ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. 1 ദൂതന്മാരുടെ യുഗം. ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യനെയല്ല, അനാദി നിത്യതയിൽ ആദിയിൽ വചനം, അനാദിയിൽ ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാർ. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടണം. 3 പേരായിരുന്നു ദൂതന്മാരിൽ പ്രമുഖൻ. 1 വർഷിപ്പ് ലീഡർ, അവൻ്റെ പേരായിരുന്നു ഏതാണെന്നറിയാം? ലൂസിഫർ. ലൂസി പ്രകാശം, രശ്മി. അവനാ തേജസ് നഷ്ടപ്പെട്ട സാത്താനായത് മനസ്സിലാകുന്നവർക്കായി. അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റു വീണതെങ്ങനെ? അത് അവൻ പറഞ്ഞു, ഞാൻ മേളിൽ കയറും, നിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കും. അങ്ങനെ ദൂതൻ വെട്ടേറ്റ് വീണത്. അതുകൊണ്ട് പത്രോസ്ലീഹ ധന്യൻ ചൊല്ലി, പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസ്സിനകത്താക്കി ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നമ്മുടെ ചർച്ചിനകത്ത് USA ഒരു പാട്ട് പാടും ഞാൻ പരമേശന് സദാ. അതിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതൻ പാതാളത്തിൽ കിടക്കുമ്പോൾ നിത്യരക്ഷയെപ്പറ്റി പറയുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അതാ ദൂതന്മാരുടെ യുഗം. 1 ലൂസിഫർ. 2 ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, മീക്കായേൽ. അവനായിരുന്നു സ്വർഗീയ കമാൻഡർ. 3 നമുക്കിപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴി തരുന്നു അല്ലൊരു കൊറിയർ സർവീസുകാരനുണ്ടായിരുന്നു. അവൻ്റെ പേരാ ഗബ്രിയേൽ മാലാഖ. അവനാ മറിയാമ്മച്ചിയുടെ അടുത്ത് വരുന്നത്. അങ്ങനെ ദൂതൻ. 2 രണ്ടാമത്തതാ ദൂതന്മാരുടെ യുഗം, നിൽക്കൽമഷയുഗം. ഏതനകത്ത് ആദം ഹവ്വ ദമ്പതികൾ തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം ഭക്ഷിക്കുന്ന നാളിൽ പുറത്താകും. അമ്മാമ കൊടുത്തു, അച്ചായനം കഴിച്ചു. രക്ഷയുടെ തേജസ്. 3 മനസ്സാക്ഷി യുഗം. 9 മാസവും 9 ദിവസവും 9 വിനാഴിക്ക് ഒരമ്മയുടെ ഉദരത്തിൽ നൊന്തു വളർന്ന 2 കുഞ്ഞുങ്ങൾ. കായിൻ ഹാബേൽ. കായിൻ ഹാബേൽ നിലത്തെ ആരാധനയ്ക്ക് വേണ്ടി. കായിൻ മേൽത്തര വിഭവങ്ങൾ. ഹാബേൽ ഒരു കുഞ്ഞാടിനെ കൊടുക്കുന്നു. യാഗത്തിൽ പ്രസാദിച്ച കായിൻ്റെ മുഖം ചൂടായി സ്വന്തം സഹോദരനെ വെട്ടിക്കൊല്ലുന്നു. ആദ്യത്തെ യുദ്ധം കുവൈറ്റും ഇറാഖുമല്ല, സ്വന്തം സഹോദരനെ വെട്ടുന്നു. മനസാക്ഷി. 4 ന്യായപ്രമാണയുഗം. ഇസ്രായേൽ മക്കളുടെ പാളയത്തിനകത്ത് വിശുദ്ധിയുടെ ജീവിതം തകർന്നപ്പോൾ മോശെ വിളിക്കുന്നു. സീനായുടെ മടിത്തട്ടിൽ 780 പ്രമാണം, 10 കൽപ്പന. എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, കൽപ്പനകൾ വലിച്ചെറിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ യുഗത്തിൻ്റെ അവസാനത്തെ കണ്ണിയായി സ്നാപക യോഹന്നാൻ വരുന്നു. സ്നാപക യോഹന്നാൻ യേശുവുമായി ചെലവഴിക്കുന്ന സങ്കലന യുഗം. ബൈബിളിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താ?
സങ്കലന യുഗത്തിൽ യോഹന്നാൻ്റെ തല താലത്തിൽ ഇറക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിനൊരു മുഖ്യ കാരണം അതിൻ്റെ ഒരു ബൈബിൾ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ബൈബിളിനകത്ത് 66 പുസ്തകങ്ങൾ, 39 നിഴൽ, അത് കഴിഞ്ഞ് 40 മുതൽ പൊരുൾ. അങ്ങനെയെങ്കിൽ ബൈബിളിൽ മിനി ബൈബിളാ യെശയ്യാ പ്രവചനം. 39 സ്നാപക യോഹന്നാൻ നീതിയുടെ പ്രസംഗം നടത്തുമ്പോൾ വീണ്ടും അവൻ പറയുന്നു 40 പുതിയ നിയമത്തിൻ്റെ നിഴൽ ഇവിടെ ആരംഭിക്കുന്നു. കേട്ടോ, ഒരുത്തൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കുകയും ദുർഘട പാതകൾ നിരപ്പാക്കുവിൻ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുവിൻ. സ്തോത്രം. ദൈവദാസന്മാരെ, സർപ്പസന്തതികളെ നിന്നും വിളിക്കല്ലേ. മക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങാനും വിളിച്ചോണം, മതിരിയാടിപ്പോ, സന്തോഷമില്ലല്ലോ. യോഹന്നാൻ കണക്കേറി സർപ്പസന്തതികളെ നിന്നും വിളിക്കല്ലേ. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ്റെ തല താലത്തിലിറക്കുമെന്ന് സ്വർഗത്തിനറിയാം. അപ്പം മശിഹ കൂടെ വരുന്നു. മശിഹായുടെ ജനനം ബേത്ലഹേമിൽ, മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാനമേൽക്കുന്നു. 33 തിരുവയസ്സിൽ കാൽവറിയിൽ അവൻ പരമയാഗമാകുന്നു. അതിനുശേഷം ആ തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു. 40-ാം ദിവസം ഒലിവുമലയിൽ അവൻ നിൽക്കുമ്പോൾ ശിഷ്യന്മാരെ കരം വെച്ച് അനുഗ്രഹിച്ചു. ഒരു മേഘം താഴേക്ക് വന്നു. അവരവർ ആ മേഘത്തട്ടുകളിൽ എടുക്കപ്പെട്ടു. യേശു പറഞ്ഞു, വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടുപോകാൻ. കരമുയർത്തുന്നവർക്കായി സങ്കലന യുഗം, 6-ാം യുഗം, ആ കൃപായുഗം. ഏതാ കൃപായുഗം? യേശു പോയി 40-ാം ദിവസം 10 ദിവസത്തെ വഴി ദൂരം സഹിയോൻ മാളിക മുറി 107 വിശ്വാസ സമൂഹം. യേശുവിൻ്റെ അമ്മ മറിയാമച്ചി സ്വോത്രകാഴ്ച തട്ടിയ യൂദയ്ക്ക് പകരം മത്തിയാസ് 120 പേർ മുട്ടുമടക്കുമ്പോൾ ഒരു സംഭവം നടന്നു. യോവേലിൻ്റെ പ്രവചനം, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ. ആ സമയത്ത് പെന്തക്കോസ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അവർ അന്യഭാഷയിൽ ആരാധിച്ചു. പത്രോസിൻ്റെ പ്രസംഗം കേട്ടു. 3000 പേർ കുത്തുകൊണ്ടു. തീ ഇറങ്ങിയതല്ല, ഈ നാരിനാട് ഫയർ കയറല്ല ഇറങ്ങിയത്. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, ഈ വക്രതയുള്ള കോട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കരമുയർത്തുന്നവർക്ക് പത്രോസിന്റെ വാക്കുകൾ കേട്ട് അന്ന് 3000 പേർ ദൈവസഭയോട് ചേർന്നു. ആ സഭയെ ചേർക്കാനായി എൻ്റെ കാന്തൻ വരുന്നത്. ആ യുഗത്തിൻ്റെ പേര് കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയ മകൻ വിറ്റോയോ, അതുകൊണ്ട് നമ്മുടെ സജീവും കൂടെ പരശുഖത്തിൽ ഇങ്ങനെ പാട്, കൃപായുഗം തീരാറായി കാന്തൻ വരാറായി. രാഴ്ച പുറേ മൈക്കെടുത്തിട്ട് പറയും, രക്ഷയുടെ ടിക്കറ്റ് തീരാറായി, ബോട്ടിൻ്റെ വാതിൽ അടയാറായി. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ ഒരു സംഭവം നടക്കും. 3-ാം ലോക മഹായുദ്ധമല്ല, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ തിക്ലിംഗ് ഓഫ് വോയിസ് ദൈവസഭ എടുക്കപ്പെടുമോ ദൈവസഭ? അതുകൊണ്ടല്ലേ മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടുക. സമയമില്ലാത്തത് കൊണ്ടാ. കണ്ടില്ലേ, ഏലിയാവ് എങ്ങനെ പോയി? യോർദാൻ്റെ അക്കരെ ചെന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? ഏലീശ ഉണ്ടായിരുന്നു. അപ്പോൾ ഏലീശയ്ക്ക് പിടികിട്ടി അച്ചായനെ ഇന്ന് സ്വർഗം കൊണ്ടുപോകും. സന്തോഷമില്ലല്ലോ. ഉടനെ ഏലീശ സ്വർഗം ചോദിച്ചു, അച്ചായനെ കൊണ്ടുപോകുമ്പോൾ എന്തോ വേണം? ഞാനായിരുന്നേ പറഞ്ഞാൽ 40 സഭയും വേണം, ബൈബിൾ കോളേജും വേണം, അമേരിക്കയിലെ ബാങ്ക് അക്കൗണ്ട് നമ്പരും വേണം. ഇങ്ങനെ പറയുന്നത്. സന്തോഷമില്ലല്ലോ. ഏലീശ നല്ല ക്ലിയറായിട്ട് പറഞ്ഞു, അച്ഛൻ 40 വർക്കേ ആരംഭിച്ചോളൂ, എനിക്കൊരു 100 വർക്ക് ആരംഭിക്കണം. സന്തോഷമില്ലല്ലോ. അച്ഛൻ 500 പേരെ നെയ്യാറ് സ്നാനപ്പെടുത്തിയോളൂ, 1000 പേരെ എനിക്ക് സ്നാനപ്പെടുത്തണം, ഇരട്ടി പങ്ക്. അങ്ങനെ ഇരുന്നപ്പോഴല്ലോ ഏലിയാവിനെ എങ്ങനെ കൊണ്ടുപോയത്? എമിറേറ്റ്സ് വന്നോ? ഇന്ത്യൻ എയർലൈൻസ് വന്നോ? വന്ദേ ഭാരത് വന്നോ? ഇല്ല. മേഘത്തേരിൽ ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. എത്ര കാറ്റടിച്ചു? എത്ര കാറ്റുകളാണ് അടിക്കുന്നത്? റീത്ത, കത്രീന, ബിൽമ, ഗാർബി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മഹാ, ബുൾബുൾ, മേഘ്നോസ്, സാഗർ, ബുരേബി. കഴിഞ്ഞ ആഴ്ച പള്ളിയിലെ പയ്യൻ്റെ പേരും അടിച്ചു, ബിബിൻ ജോയ്. സന്തോഷമില്ലല്ലോ. രാഴ്ച കൺവെൻഷൻ്റെ പോസ്റ്റർ അടിച്ചപ്പോൾ വേറൊരു കാറ്റും അടിച്ചു, മോൻതാ. സന്തോഷമില്ലല്ലോ. ഇനി ഒരു കാറ്റുകൂടെ അടിക്കും, പാപ്പത. അന്ന് ഗുണപ്പെട്ടവൻ പോകും, മനസ്സിലാകുന്നവർക്ക് ശ്രോത്ര. മോൻതാ അവരടിച്ച്, ഇനി പാപ്പത. അതാ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കും. ആകാശത്തു നിന്നൊരു മേഘം ഇറങ്ങുന്നത് ആ കാലാവസ്ഥാ വ്യതിയാന സമയമില്ല. ഒരു 4-5 ദിവസം നിന്ന് കഴിഞ്ഞാൽ നീർത്തങ്ങ് പറയാം. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ ദൈവസഭ എടുക്കുക. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടും. ആരെ ചേർക്കാൻ? പെന്തിക്കോസുകാരെ ചേർക്കാൻ, CSIക്കാരെ ചേർക്കാൻ, മർത്തോമക്കാരെ ചേർക്കാൻ, കത്തോലിക്കാരെ ചേർക്കാൻ. അതല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൻ്റെ പേരാ ദൈവസഭ. കരമുയർത്തുന്നവർക്കായി അവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം വിടുതലല്ല, കരിസ്മയല്ല, ഡോക്സയല്ല, കോക്സയല്ല, പയറല്ല, കയറല്ല, ഒന്നുമല്ല. സുവിശേഷം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പുളിമൂട് ഗ്രൗണ്ടിൽ പ്രസംഗിക്കുക. അതാകട്ടെ ഞങ്ങളുടെ സുവിശേഷം. സ്തോത്രം. രാത്രി അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരു ലോകമഹായുദ്ധം നടക്കും. അതാ 3-ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുക. റഷ്യയും ചൈനയും അതോടൊപ്പം തന്നെ സ്തോത്രം ദാണ്ട് കൊറിയയും കൂടെ ചേരുക. അമേരിക്ക തകർക്കാൻ ശ്രമിക്കുക,
മൂന്നാം ലോകമഹായുദ്ധം വരാറായി. മൂന്നാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ ഇന്നലെ കുഞ്ഞു വായിച്ച ഒരുവൻ ഭരണത്തിൽ വരും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഒന്നാം ലോകമഹായുദ്ധം ലീഗ് ഓഫ് നേഷൻസ് സർവ്വരാഷ്ട്ര സംഘടന. രണ്ടാം ലോകമഹായുദ്ധം വന്നു. ഇന്നുകൊണ്ട് യുണൈറ്റഡ് നേഷൻ അന്തോണീസ് ഗുട്ടറാസ്. മൂന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ ലോകത്തെ ഭരിക്കും, എതിർ ക്രിസ്തു. അവന് വേണ്ടിയ ലോകമെന്ന് കാതോർക്കുന്നു ആൻറ്റി ക്രൈസ്റ്റ്. അങ്ങനെ വരുമെങ്കിൽ സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, ഇന്ന് കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങളിൽ. നമ്മൾ ഓരോ ദിനവും ഹോളി സ്പിരിറ്റിൻ്റെ പവർ. പിതാവിൻ്റെ സന്നിധിയിൽ വലത് ഭാഗത്ത് അവൻ പക്ഷപാതം ചെയ്യുന്നു, താതൻ സന്നിധിയിൽ നമുക്കായി സദാ പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ സാത്താന് 3 ഘടകമുണ്ട്. ഇന്നലെ ഒരു മൃഗത്തെ പരിചയപ്പെടുത്തി. ഇന്ന് വരുന്നു രണ്ടാമതൊരുവൻ എഴുന്നേറ്റ് വരും. ഒരു കള്ളപ്രവാചകന്റെ മോഡലിൽ വരാൻ പോകുന്നു. കൈമേലും നെറ്റിമേലും മൈക്രോചിപ്പുമായി. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. 1-ാം മൃഗം സമുദ്രത്തിൽ, 2-ാം മൃഗം ഭൂമിയിൽ. വായിക്കാം മോനെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഭൂമിയിൽ നിന്നൊരു മൃഗം കയറുന്നത് കണ്ടു. അതാ ഏകലോക ഭരണാധികാരി. വായിക്കാം. അതിന് കുഞ്ഞാടിന് പോലെ 2 കൊമ്പുണ്ടായി. മതി മക്കളെ, 2 കൊമ്പ്. 1 മതത്തിൽ അവൻ പിടിക്കും, 2 രാഷ്ട്രീയത്തിൽ പിടിക്കും. അപ്പൊ സ്വർഗം 1 പിതാവായ ദൈവം, 2 പുത്രനായ ക്രിസ്തു, 3 കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. അങ്ങനെ എതിർ ക്രിസ്തു 3 മേഖലകളിലാണ്. 1 മൃഗം, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. ഇവർ ഒരു നാഴിക നേരം ഭരണത്തിൽ വരും. അതാ ദൈവസഭ എടുത്തപ്പെട്ടാൽ 4 യുഗമുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് പാടും. അതൊക്കെ ആര്യനാട് കേട്ടിട്ട് എത്ര കാലമായി. പണ്ട് ആശാര്യം കണ്ട് പാടി പുത്തനാം യെരൂശലേമിൽ എത്തുംകാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കുഞ്ഞമാമേ ചിന്നമാമേ ചേർന്ന് പാടി. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. രാജാപാട്ടങ്ങാനും ഉണ്ടോ എന്ന് മനസ്സിലാകുന്നവർക്കായി അതാ 1000 ആണ്ട് നാം പ്രിയനോട് ചേർന്ന് പാടും. കണ്ണുനീരില്ലാത്ത, കയ്പില്ലാത്ത, ദുഷ്ടതയില്ലാത്ത ലോകം. 1-ാമത്തെ ലോകത്തിൻ്റെ പേരാ പുരാതന ലോകം. അത് നോഹയുടെ കാലത്ത് പോയി കാസ്മോസ്. 2-ാം ലോകമാ ഇന്നുള്ള. ഇതിൻ്റെ പേര് അയോണിൻ്റെ പ്രത്യേകത എന്തുവാ? ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. എന്നാൽ വരുവാനൊരു ലോകമുണ്ട്. അതാ വെളിപ്പാട് 21:1-2. നമുക്കതൊന്നും എടുക്കാൻ സമയമില്ല. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതിൻ്റെ പ്രത്യേകത അന്ന് റോസമാമ നോക്കിയാൽ മുള്ള് കാണത്തില്ല. ടെറസിനകത്ത് കഞ്ചാവ് വെച്ച് കഴിഞ്ഞാൽ തോമാച്ചായനകത്ത് കഞ്ചാവ് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് ആര്യനാട്ട് അവറാച്ചൻ തെങ്ങ കയറും, കള്ള് കൂമ്പിയെത്താൻ കിട്ടത്തില്ല. 4-ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടുക്കി ചെന്ന് ചക്കക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കും. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. അതാ പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, വൈരമില്ലാത്ത കാലം. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വന്നാൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. പോകാം ആധാറിലേക്ക്. നേരെ പോകുന്ന എലോൺ മസ്കിലേക്ക് സാറ്റലൈറ്റ്. വെളിപ്പാട് പുസ്തകം 13, 16, 17, 18 വരുന്നു. സഞ്ചാർ സാത്തി ആപ്പ്. നിങ്ങളുടെ പേരിൽ വേറെ നമ്പർ എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ആധാർ വഴി ആരെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ? വേറെ സിം കാർഡ് മോട്ടിച്ചിട്ടുണ്ടോ? എല്ലാ സാറ്റലൈറ്റ് വഴി സഞ്ചാർ സാത്തി. വായിക്കാം വെളിപ്പാട് 13, 16, 17, 18. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും, സമ്പന്നരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. കിടക്കുന്ന മനുഷ്യനക്കത്തിൽ മോൻ ഓടിപ്പോരുത്. ഇതുപോലെ വായിച്ചു തരണം. ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ, നല്ല വഴി തരട്ടെ. ഇങ്ങനെ വായിക്കുന്നവരെ കർത്താവ് പടിപടിയായി ഉയർത്തട്ടെ. സ്തോത്രം. ഞങ്ങളുടെ പ്രസംഗർക്ക് മോനൊക്കെ ഒരു അനുകൂലമാകട്ടെ. ഇങ്ങനെ വായിച്ച്. അങ്ങനെയെങ്കിൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ, സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ല വാങ്ങുവാനും കഴിയാതെ ഇരിക്കുക. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുമോ? ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞ നിങ്ങൾ പറയും പാസ്റ്റർ എന്താ പറയുന്നത്? 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിലാക്കാൻ കൊണ്ടുവന്ന ആധാർ. കിടക്കുന്നു ആധാർ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. ഇന്ത്യ ആധാർ, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കൻ ഐഡന്റിറ്റി, ഓസ്ട്രേലിയ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ. എന്താ ആധാറിന് വേണ്ടി നിങ്ങൾ പോയപ്പോൾ 2 കാര്യം ചെയ്തു. 1, നിങ്ങളുടെ കണ്ണ്
സൂസമ്മ ചേച്ചി കണ്ണടയ്ക്കൂ, കണ്ണ് തുറക്കൂ. സ്വോത്രം. 5 വിരൽ വെക്കൂ, 5 വിരൽ വെക്കൂ. ഓക്കെ ഓക്കെ, പോകാം. അങ്ങനെയെങ്കിൽ കണ്ണ് കൊണ്ടുപോയെങ്കിൽ, നെറ്റി കൊണ്ടുപോയെങ്കിൽ വരാൻ പോകുന്നത് മൈക്രോ ചിപ്പിലേക്ക്. കൈയുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തെങ്കിൽ മൈക്രോ ചിപ്പ്. നമ്പർ 1. നമ്പർ 2, കോവിഡ് കാലം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നിങ്ങളുടെ കൈമേലും നെറ്റിമേലും ചൂട് നോക്കി നിങ്ങൾ ചർച്ചിൽ പോയി, ആര്യനാട്ട് സപ്ലൈക്കോയിൽ പോയി, നെടുമങ്ങാട് നല്ല റിലയൻസിൻ്റെ മാർക്കറ്റിൽ പോയി, ഒരു പെങ്കൊച്ച് ഇങ്ങനെ ഇരിക്കുക ഇൻഫ്രാറെഡ് ഹീറ്ററുമായിട്ട് കുനിയും, തലയിൽ കീ കീ കൂക്കൂ. 98 കൂടുതലുണ്ട്, പുറത്തോട്ട് പോവാം. ഇല്ലെങ്കിൽ അകത്തോട്ട് പോവാം. 90 കഴിഞ്ഞാൽ പുറത്തോട്ട് പോവാം. അത് കാലയിലാണ് ചൂട് നോക്കിയ 1 കൈ 2 തല. ഇൻഫ്രാറെഡ് മീറ്റർ. ഇത് വരാൻ പോകുന്നത് മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ്. ഒന്നുകൂടെ 36,000 കോവിഡ് കേസ് കേരളത്തിൽ. അന്ന് സഹോദരി വീണ ജോർജ് ഒരു പത്രസമ്മേളനം നടത്തി. 2 ഡോസ് എടുത്തവർക്ക് സ്കൂളിൽ പോകാൻ പറ്റൂ, 2 ഡോസ് എടുത്തവർക്ക് വണ്ടി കയറാൻ പറ്റൂ, 2 ഡോസ് എടുത്തവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റൂ. സ്വോത്രം. അവർ പറഞ്ഞത് തെറ്റാ. അതെന്താ സംഭവിച്ചെന്ന് പറയാം. വാക്സിൻ ഒരു മനുഷ്യൻ്റെ ഇഷ്ടമാണ്. തിരുവനന്തപുരത്ത് ഇവിടെ ചെറുപ്പക്കാരിപ്പോൾ SATയിൽ നിങ്ങളുടെ ഭാര്യ ഒരു സർജറിക്ക് വിധേയനാക്കാൻ പോവുക. ആ സഹോദരിയെ സർജറിക്ക് വേണ്ടി ഉടനെ കൊണ്ടുപോവുക. ഉടനെ ഡോക്ടർ പിന്നെ കത്തിയും കുടലും എടുത്ത് അനസ്തേഷ്യ കൊടുത്ത് മരവിപ്പിക്കും. ഇല്ല, ഒന്നുകിൽ ആ പെൺകുട്ടിയെ കൊണ്ട് 3 പേപ്പറിനകത്ത് ഒപ്പിടിപ്പിക്കും, അല്ലെ ഭർത്താവിനെ കൊണ്ട് 3 പേപ്പറിൽ ഒപ്പിടിപ്പിച്ചതിന് ശേഷമേ സർജറിക്ക് വേണ്ടി വിധേയമാകത്തുള്ളൂ. ചില പ്രത്യേക മരുന്നുകൾ. RCCയിൽ പോകരുത്. ദൈവസമയത്ത് ദൈവം നിങ്ങളുടെ രോഗം മാറ്റട്ടെ. RCCയിൽ ചെന്ന് കീമോതെറാപ്പി എടുക്കുന്നതിന് മുമ്പിട്ട് രാഴ്ച അവർ പേപ്പറിനകത്ത് ഒപ്പിട്ട് മേടിക്കും. സ്വോത്രം. ഈ മരുന്നിന് റിയാക്ഷൻ ഉണ്ടെങ്കിൽ വരുന്നെങ്കിൽ. അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ഹ്യൂമൻ റൈറ്റാ വാക്സിൻ. അത് പറഞ്ഞത് വീണ ജോർജ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വലത് ഭാഗത്ത് ഒരാളിരിപ്പുണ്ട്. ആനാവൂരുമല്ല, കടകംപള്ളി ചേട്ടനുമല്ല, ശിവൻകുട്ടി അണ്ണനുമല്ല, കേരള മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ജോൺ ബ്രിട്ടാസാ. ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയോട് സാറേ ചേച്ചി പറഞ്ഞത് ശരിയല്ല. വൈകിട്ട് മുഖ്യമന്ത്രി തോളെ ടവലിട്ട് പത്രസമ്മേളനം നടത്തി. ചൂട് നോക്കി ആർക്കും എവിടെയും പോകാം. മനസ്സിലാകുന്നവർക്കായി. വാക്സിൻ അല്ല, ഇതെല്ലാം അന്ത്യകാലം. മൈക്രോ ചിപ്പ് വരുന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ 3 ഘടകം, പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ആധാർ എവിടം വരേക്ക് വന്നു? നീതി ആയോഗ്. അതിൻ്റെ അർത്ഥം ഒരു മന്ത്രാലയത്തിന് കീഴിൽ സകല മനുഷ്യരെ ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുവരുന്നു. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം വരുന്നു. OTP, 1 ടൈം പാസ്വേഡ്. വായിക്കാം അടുത്ത വാക്ക്. എല്ലാവരും ഇതാ OTP. വായിച്ചാട്ടെ അടുത്ത വാക്ക്. OTP വായിച്ചാട്ടെ. ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അതൊരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ സംഖ്യ എത്ര? ആ സംഖ്യ അതിന്റെ സംഖ്യ 666. കിടക്കുന്ന 3 അക്കം. ഇതായി 6 അക്കമായിട്ട് വരുന്നത് പല OTP. ഇത് മാറാൻ പോകുന്നു. ഇത് 3 പേരുടെ നമ്പരാ. 1 എതിർക്രിസ്തു, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. അപ്പം നിങ്ങൾ ചോദിക്കും പാസ്റ്റർ എന്തുവായി പറയുന്നത്? സ്വോത്രം. നിങ്ങളുടെ കയ്യിലെല്ലാം ATM കാർഡ് ഇരിപ്പുണ്ട്. ചില കാര്യങ്ങൾ Paytm ചെയ്യും. നിങ്ങൾ വീട്ടിലിരുന്ന് ഗൂഗിൾ പേ അല്ലാത്ത പരിപാടി ചെയ്യുമ്പോൾ ATM വെച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കോളത്തിനകത്ത് എഴുതി വരും അവസാനത്തെ 3 അക്കം ടൈപ്പ് ചെയ്യുക. കരമുയർത്തുന്നവർക്കായി അത് ടൈപ്പ് ചെയ്യാതെ ട്രാൻസാക്ഷൻ നടക്കത്തില്ല. ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് 3 or 4 അക്കം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നോ അല്ലെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും. അങ്ങനെ ഒരു OTP ലോകരാജ്യങ്ങൾ മുഴുവൻ വരുന്നു. അതിനാസ്പദമായി പണ്ട് പറഞ്ഞാൽ കേൾക്കുക. ഇന്ന് വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ ആര്യനാട് ബൈക്കുമായിട്ട് എന്നാൽ ഒറിജിനൽ ഓണറും മൊബൈലുമായിട്ട് ചെല്ലാതെ വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പത്ത് ചെറുപ്പക്കാരും ഞെക്കുമ്പോൾ ഒരു OTP വരും. വേണ്ട, നമ്മുടെ ഉടമയ്ക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. സൂസമ്മാമ കേട്ടാട്ട് പണ്ട് രാവിലെ 10 മണിക്ക് ഡോക്ടർ വരുമ്പോൾ സൂസമ്മാമ അവിടെ ചെല്ലും. എവിടെ? ഉടമലക്കൽ ആരോഗ്യ കേന്ദ്രം. പേര് സൂസമ്മ, വയസ്സ് 56, വീട് പുത്തൻ വീട്, വാർഡ് ഉടമലക്കൽ. ഡോക്ടറെ കാണാം. അന്തകാലം മുടിഞ്ചാച്ച് ഇന്ന് 10 രൂപയായിട്ട് ചെല്ലുമ്പോൾ വാർഡിൽ ഇരിക്കുന്ന സിസ്റ്റർ പറയും സൂസമ്മ ചേച്ചി മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ട്, കരമുയരുന്നില്ലല്ലോ. കീ കീ കൂക്കു OTP. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് അന്ത്യകാലം. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും? വഴിയാധാരമായ ആധാർ ഇവിടെ വരുമെന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. 6 കാര്യങ്ങൾ ആധാറിനോട്. 1 ആധാർ, 2 ATM കാർഡ് മൈക്രോ ചിപ്പ്, 3 ആനയുടെ വാല്, 4 പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പ്, 5 ദാ വന്നു കഴിഞ്ഞു കാറിനകത്ത് RFID, 6 ദാ വന്നു QR കോഡ്. ഇനി ഇത് കൈമേലും നെറ്റിമേലും. ഇവിടെ ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കൈവിരൽ മുദ്രയിടുമോ? വഴിയാധാരമായി എന്തിനൊന്ന് മുദ്രയിട്ടല്ല പറ്റൂ. അങ്ങനെയെങ്കിൽ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, കൈ മുദ്രയിടണം. വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 37:7. നാട്ടുകാരെല്ലാം കേൾക്കണത് അന്ത്യകാല സംഭവം. ഇയ്യോബിന്റെ പുസ്തകം 37:7. മനുഷ്യൻ സൃഷ്ടിച്ച
താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കിടക്കുന്ന സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. മനസ്സിലാകുന്നവർക്കായി 2 വയസ്സുള്ള കുഞ്ഞു മുതൽ 85 വയസ്സുള്ള അച്ചായം വരെ കൈമുദ്രയിട്ട് കഴിഞ്ഞു. റേഷന് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ആധാറിന് വേണ്ടി, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടി, പുരയുടെ കൈയെഴുതാൻ എല്ലാത്തിലും കൈമുദ്രയിട്ട് കഴിഞ്ഞു. അപ്പൊ എന്താ ഞങ്ങളുടെ ബൈബിൾ? ഇന്ന് രാത്രി താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിവാ അവൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. കേട്ടാട്ടോ, ഇതാരാ എഴുതിയത്? ഇയ്യോബ്. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പലർക്കും അറിയാമോ? ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. ഇയ്യോബിന് ഇപ്പൊ രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞു. സാത്താൻ ഇടയ്ക്ക് ഒരു വിസിറ്റിൽ ഗൾഫിൽ പോകുന്നല്ലോ, സ്വർഗത്തിൽ പോയി. ആ സമയത്ത് എന്താ സ്വർഗം ചോദിച്ചതെന്നറിയാവോ? പിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖം വന്നോന്നല്ല, മോഡി സാർ 3ാമത് വന്നോന്നല്ല, പിണറായി വിജയൻ ജയിച്ചോന്നല്ല, അരുവിക്കര സ്റ്റീഫൻ സാർ MLA ആയോന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവെച്ചു. കരമുയർത്തുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കുമായി. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റ് അല്ല, സ്റ്റേജിൽ പാടുന്നവനല്ല, കമ്മിറ്റി മെമ്പറല്ല. അവൻ രാത്രിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവൻ, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാം. പ്രസംഗിക്കുന്നവന് ലോകമറിയും, സ്റ്റേജിൽ പാടുന്ന കുഞ്ഞുങ്ങളെ ലോകമറിയും, സഭയുടെ പ്രസിഡന്റിന് ലോകമറിയും. എന്നാൽ ആര്യനാട് പുളിമുട്ടൽ ഗ്രൗണ്ടിലിരിക്കുന്ന അപ്പച്ച അമ്മച്ചി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കാ 39ാമത് വാർഷിക കൺവെൻഷനകത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവൻ, ദേശത്തിന് വേണ്ടി കരയുന്നവൻ, തൻ്റെ സഹഭടന്മാർക്ക് വേണ്ടി കരം കൊടുക്കുന്നവൻ, അവൻ്റെ കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ലൈവ് പോയാലും പറയുക, ഇന്ന് ഇവിടെ പേരുള്ള കസേരയ്ക്ക് അടിയുള്ള അച്ചായന്മാർ അവിടെ കാണത്തില്ല. പച്ചയ്ക്ക് പറയുക സ്വോത്രം. എന്നാൽ ഇവിടെ ഒരു പേരുമില്ലാതെ രാത്രിയുടെ യാമങ്ങളിലും വെളുപ്പിലും ഇരുന്ന് മനമേ പക്ഷി ഗണമേ വന്ദനം യേശുവര അപ്പച്ചാമ്മച്ചി താങ്കളുടെ പേര് സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ ഇയ്യോബിന്റെ പ്രത്യേകത. മരണാനന്ദ ജീവിതം കൂടെ പറയാം സമയത്തിന്റെ ലഭ്യതയിൽ. ഇപ്പൊ ഇയ്യോബിന് 1ാമതായിട്ട് ഷുഗർ വന്ന് കാലെല്ലാം ഒരു പരിവായി. പാപത്തിന് ഇപ്പം പരുക്കൾ ബാധിച്ച് പരുക്കൾ ബാധിച്ചപ്പോൾ അമ്മാമ്മ എന്തോ ഇത് കളിയിൽ കൊണ്ട് പശുവിൻ്റെ കൂടെ അങ്ങ് കിടത്തി. എന്നിട്ട് എന്തോ കൊടുത്ത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും കൊടുത്ത് കട്ടൻ ചായ കൊടുത്തു. ഇയ്യോബിൻ്റെ രണ്ട് സഹഭടന്മാരുണ്ട്, ദിലീപസും ബിന്ദാദ്. അവന്മാർക്ക് ചിക്കൻ കറിയും പൊറോട്ടയും. മനസ്സിലാകുന്നതിനാ സ്തോത്രം. ആംപ്ലിഫയറും വിറ്റ് കാശ് മേടിച്ചു, ട്രാക്റ്റും വിറ്റ് കാശ് മേടിച്ചു. ഇയ്യോബിനോട് അവർ പറഞ്ഞ്, കർത്താവ് നമുക്ക് അനുകൂലമൊന്നുമല്ല, നിനക്ക് ഇതെല്ലാം വന്ന് ഇനിയെങ്കിലും ഈ വിശ്വാസം വിട്ടൂടെ. ഇയ്യോബ് പറഞ്ഞ, അമ്മാമേ അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കരമുയർത്തുന്നവർക്കായി. എന്നിട്ട് ഇയ്യോബ് പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടോ? ഇനി പെന്തിക്കോസുകാർ പറഞ്ഞത് ലൈഫ് എൻജോയ് ചെയ്തതാ. 16 കാറും പ്ലെയിനും ഉള്ളവായി. അവസാനം നാട്ടുകാരെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരെ കാശ് മേടിച്ചിട്ട് 1 മാസം മുമ്പ് ഇടി വന്നപ്പോൾ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും കാശ് ചോദിച്ച് പൈസ തരാൻ. കാശ് കയ്യിലില്ല, കാറ് കൊടുക്കാൻ പറ്റുമോ? പിസ്റ്റൾ എടുത്ത് ഒറ്റ വെടി ആ കിടക്കുന്നു. സ്വോത്രം. വീരന്മാർ സ്വോത്രം. നീ വന്ന വഴി ക്രിസ്ത്യാനികൾ മറക്കല്ല് എന്നെല്ലാം പറയുന്ന ലൈഫ് ആൻഡ് എൻജോയ് ബ്യൂട്ടിഫുൾ. നീ എൻജോയും ബ്യൂട്ടിഫുള്ളും ചെയ്തുകൊണ്ട് മരണാനന്തര ജീവിതം ഉണ്ടോ? ഉണ്ട്. ബഥാനിയയിൽ ഒരു നല്ല ഭവനമുണ്ടായിരുന്നു, ലാസറിൻ്റെ ഭവനം. അവിടെ 3 പേരുണ്ടായിരുന്നു. മാർത്ത ചേച്ചി കട്ടൻ ചായ, മറിയ ചേച്ചി നോട്ട് എഴുതും, ലാസർ പോസ്റ്റ് ഒട്ടിക്കും. സന്തോഷമില്ലല്ലോ സ്വോത്രം. അതായിരുന്നു ബഥാനിയയിലെ ബൈബിൾ സ്കൂൾ. യേശു നല്ല പഠനമൊക്കെ നടത്തി BTH ഒക്കെ കൊടുത്ത് യേശു പോയി. ലാസറിന് 1ാമത്തെ രോഗം വന്നു. ബൈബിൾ കോളേജ് പൂട്ടി. ലാസറിൻ്റെ കാലിന് 10 അങ്ങ് മുറിച്ചു. ഷുഗർ 2, ഹൃദയത്തിന് സ്റ്റെൻഡ് ഇട്ടു. 3, ക്യാൻസർ വന്ന് മുടിയെല്ലാം പൊഴിഞ്ഞു. ലാസർ ഏകദേശം മരണാവസ്ഥയിലായി. ഇടയ്ക്കിടയ്ക്ക് സൗകര്യമാർ തുള്ളി വെള്ളം കൊടുക്കുമ്പോൾ ചോദിക്കും, മാർത്ത ചേച്ചി യേശു വന്നോ? മറിയ ചേച്ചി യേശു വന്നോ? നമ്മുടെ ആര്യനാട്ട് ലാസറാന്നേ ചോദിക്കും, കള്ളിക്കാട്ടിൽ നിന്ന് കുഞ്ഞമ്മാമ വന്നു. സന്തോഷമില്ലല്ലോ സ്വോത്രം. അതല്ല ഞങ്ങളുടെ ലാസറിൻ്റെ പ്രത്യേകത. യേശു വന്നു. സഹോദരിമാർ അവൻ്റെ തലേ തടവേ ബ്രദർ വരും. നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്, മൊബൈലെല്ലാം അടിച്ചിട്ടുണ്ട്. വരുമെന്ന് തലേ തടവേ ആള് തട്ടിപ്പോവുകയും ചെയ്തു. സ്വോത്രം. നാട്ടുകാർ ആര്യനാടുകാർ യേശു ഇവിടുന്ന് കപ്പ തിന്നു, പുഴുക്കൻ ചീനി തിന്നു, അയില വറുത്തത് തിന്നു. ഈ ചെറുപ്പക്കാരന് ഷൂ ഇല്ലാഞ്ഞിട്ട് വന്നില്ലെന്ന്. സ്വോത്രം. എല്ലാവരും കൂടെ ശീലകൾ ചുറ്റിയിട്ട് എവിടെ കൊണ്ടുപോയി? ലാസറിനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. ഇതാ മരിച്ചവർ ഉയർക്കുമ്പോൾ. 1ാം ദിവസം യേശു വന്നില്ല, 2ാം ദിവസം യേശു വന്നില്ല, 3ാം ദിവസം യേശു വന്നില്ല, 4ാം ദിവസമായി യേശു വന്നത്. എന്തുകൊണ്ട് യേശു 4ാം ദിവസം വന്നു? യഹൂദൻ്റെ ആചാരം കല്ലറയ്ക്ക് ചുറ്റും ആത്മാവ് 3 ദിവസം കറങ്ങുമെന്ന്. സന്തോഷമില്ലല്ലോ. യേശു അവിടെങ്ങാണ് വരണം, ഒരു ചോട്ടാ പ്രാർത്ഥന കൊടുക്കണം. ലാസർ എഴുന്നേറ്റായി പള്ളി പരീക്ഷന്മാർ പറയുന്നാണ്ട് ഇപ്പോൾ ആത്മാവിനെ കയറ്റിയെന്ന്. സ്വോത്രം. അതുകൊണ്ട് 4ാം ദിവസം ഒന്നീ ആത്മാവ് മേളിലല്ലേ താഴെ. 4ാം ദിവസം യേശു വീട്ടിൽ വന്നു. മാർത്തയും മറിയം കരഞ്ഞമ്മാമേ എന്താ പറഞ്ഞത്? യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരണം സംഭവിക്കുകയില്ല. ഉടനെ ആ സഹോദരിമാരോട് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ലാസറിനെ അടക്കിയ കല്ലറ എവിടെ? അയ്യോ, അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറഞ്ഞു പോയി. കല്ലറയുടെ ചുറ്റും 3 ദിവസം ആത്മാവ് കറവുന്നു. നമ്മുടെ അപ്പച്ചൻ
മരിച്ചു. ജോളിമോള് 2 കൊല്ലമായിട്ട് കല്ലറയുടെ അടുത്തൂടെ പോകുന്നില്ല. മനസ്സിലാക്കുന്നവർക്ക് അപ്പച്ചൻ അവിടെ ഉണ്ടെന്ന്. സ്വോത്രം. അപ്പച്ചൻ അവിടെ എങ്ങും ഇല്ല. നല്ല സ്ഥലം രായിച്ചാൻ്റെ കൺവെൻഷൻ. ചിന്നമ്മാമ്മയുടെ മോടെ കല്യാണം, ജ്യോതിയുടെ കല്യാണം. പപ്പ മരിച്ചുപോയി. പാസ്റ്റ് പ്രാർത്ഥിച്ചിറങ്ങി. ദാ നിൽക്കുന്ന വട്ടയിൽ നിന്ന് ഒരു പ്രാവിരുന്ന് പാടുന്നു, കൂ 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 കൂ. ഉടനെ ചിന്നമ്മാമ്മ പറയാം, ജ്യോതിയുടെ കല്യാണം കാണാൻ പപ്പയ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു. ഇപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന മംഗളഗാനം പാടുവാന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെ പറയുന്നവരുണ്ട്. 2 പ്രാവ് വരുന്നതല്ല. സ്വോത്രം. TPM ദി പെന്തക്കോസ്ത് മിഷനിൽ അപ്പച്ചന്മാരെല്ലാം സ്വർഗീയ സിയോൻ ഞാൻ പ്രസംഗിക്കുന്നത് എന്നോട് കാര്യം. ഒരിക്കൽ കൊട്ടാരക്കര വെച്ചാൽ അപ്പച്ചനോട് പരിചയപ്പെട്ടപ്പോൾ മരണാനന്തര ജീവിതം പറഞ്ഞ് പറയാം, പാസ്റ്റർ എഴുതിക്കോളാൻ പറഞ്ഞോട്. അപ്പച്ചൻ കൊട്ടാരക്കരത്ത് വാളകത്തൊരു വീട്ടിൽ പോയി. രാവിലെ പ്രാർത്ഥനയാണ്. പെങ്കൊച്ചിനെ പ്രാർത്ഥിച്ചു വിടും. അപ്പച്ചൻ പ്രാർത്ഥിച്ചു, കട്ടൻ ചായ അടിച്ചു. ആരാണ്ടൊക്കെ കുഞ്ഞിന് കൈ കൊടുക്കാൻ വന്നപ്പോൾ ഒരു വല്യമ്മച്ചി 80കാർ സംസാരിക്കുന്നത് പോലെ ഈ പെങ്കൊച്ച് സംസാരിക്കുന്നു. ഉടനെ കൊച്ചിൻ്റെ മമ്മി പറയുവാന്ന്, സുനിമോടെ കല്യാണം കാണാൻ വല്യമ്മച്ചിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം ദേഹത്ത് വന്ന് അനുഗ്രഹിക്കുന്നെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. TPMൽ അപ്പച്ചൻ പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും, 1/2 ഗ്ലാസ് വെള്ളം എടുത്തോളാം. മനസ്സിലാക്കുന്നവർക്കായി കൊച്ചിൻ്റെ തലയിൽ വെച്ച് അന്യഭാഷ നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി വിട്ടുപോകട്ടെ. ദിൻ താ കിടക്കുന്ന പെങ്കൊച്ച് 1 ഗ്ലാസ് വെള്ളവും കൊടുത്ത്. അപ്പോൾ അപ്പച്ചനോട് ആൾക്കാർ ചോദിച്ചു, വല്യമ്മച്ചിയാണെന്നത്. വല്യമ്മച്ചിയല്ല, വല്യമ്മച്ചിയുടെ കൂടെ കിടന്ന ഭൂതമാകെ എറിയുന്നു. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. കല്ലറ കിടക്കുന്ന വല്യമ്മച്ചി. സ്വോത്രം. ഇങ്ങനെ പറയുന്ന അന്ധവിശ്വാസം പറയുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. സ്വോത്രം. എന്താ, ഇന്ന് രാത്രി ഞാൻ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഗുളിക വന്ന് അടിച്ചിട്ടിരിക്കുക. കൺവെൻഷന് കുഴഞ്ഞു വീഴുന്നു. എല്ലാവരും കൂടെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി കൊണ്ട് ചെന്നു. ആജി ബ്രദറുണ്ട്, സജി ഉണ്ട്, നമ്മുടെ രായ്ച്ചാനുണ്ട്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾ തട്ടിപ്പോയെന്ന്. സന്തോഷമില്ലല്ലോ? ഉടനെ രായ്ച്ചാൻ പറഞ്ഞ് നിന്നപ്പോഴോ AC കിട്ടിയില്ല, അവർ -23 AC വെച്ചേക്കാം. മനസ്സിലാക്കുന്നവർക്കായി. ഫ്രീസർ എന്നെ കയറ്റി. പിറ്റേന്ന് പത്രവാർത്ത, സുവിശേഷകൻ സജു ചാത്തന്നൂർ ആര്യനാട് പ്രസംഗമധ്യേ കുഴഞ്ഞു വീണ് മരിച്ചുപോയി. അന്നേരം ഫ്രീസറിൽ ഞാനിരിക്കുക. സ്വോത്രം. പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ, കിടക്കുന്നതിൻ്റെ ഭൗതിക ശരീരം. കരമുയർത്തുന്നവർക്കാൽ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴ് പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. അതിനോടനുബന്ധിച്ച് മെഡിക്കൽ സയൻസ് മനസ്സിലാകുന്നവർക്കായി മരണാനന്തര ജീവിതം. മെഡിക്കൽ സയൻസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 1 ദിവസം ബ്ലഡ് കട്ട പിടിക്കും. 2 ഓർഗൻസ് ഇങ്ങനെ മാറാൻ തുടങ്ങും. 3 അസ്ഥികളിൽ പതിയെ നീര് വെച്ച് തുടങ്ങും ശരീരം. 4-ാം ദിവസം നാറ്റം വെക്കുന്നത്. 2 വിധത്തിലാണ് ലാസറിന് മരണം. അപ്പോൾ യേശു പറഞ്ഞു അവനെ അടക്കിയത് എവിടെ? വാക്യം വായിക്കേണ്ട മക്കളെ. യോഹന്നാൻ 11:43. യേശു എവിടെ ചെന്നു? കല്ലറയുടെ അടുത്ത് ചെന്നു. ഒരു വിളി വിളിച്ചു, ലാസറേ, ലാസറേ പുറത്തു വരിക. ലാസർ പടപട പുറത്തു വന്നു. 108 ആംബുലൻസ് കയറ്റിയോ? കിംസി കൊണ്ടുപോയോ? നിംസി കൊണ്ടുപോയോ? കാല് മുറിച്ച പാടുണ്ടോ? തലയിൽ മുടിയില്ലാത്ത പാടുണ്ടോ? ഒന്നുമില്ല. യോഹന്നാൻ 12 ഇന്ന് രാത്രി ചെന്ന് അമ്മാമ്മ വായിക്കണം. അവിടെ ഒരു പന്തി ഒരുക്കി മരിച്ചുയർത്തെഴുന്നേറ്റ ലാസർ യേശുവിൻ്റെ കൂടെ. കരമുയർത്തുന്നവർക്കാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോട് ആര്യനാട് മരണാനന്തര ജീവിതം. അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറുവച്ചായ ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്കായി പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. നമ്മുടെ കൂടെ പന്തിയിലിരുത്തും. കുഞ്ഞാട്ടിൻ കല്യാണം, മകൾ ദിനത്തിൽ എന്തൊരു നല്ല പാട്ടുകളാണ് പന്തിയിലിരുത്തുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മരണാനന്തര ജീവിതം. അങ്ങനെയെങ്കിൽ മൈക്രോചിപ്പ് യഹൂദൻ വെക്കുമോ? ഇസ്രായേലിലേക്ക് പോകുന്നു. 1-ാമത്തെ ഇടവേളയിൽ പുറകെ വരും. 2019 കോവിഡ് കാലം. എല്ലാവരും കേട്ടാട്ട് ബെഞ്ചമിനെ തന്നെയാവൂ. ആദ്യം ഇസ്രായേലിലെ മൂപ്പന്മാരോട് പറഞ്ഞു മൈക്രോചിപ്പ് വെക്കാൻ. അതിനുവേണ്ടി അദ്ദേഹം ഇട്ട പേരാ ഹൈഷാൻ, വലിയ ചിപ്പ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു ചെറിയ ചിപ്പ് വെക്കണം, അതിൻ്റെ പേരാ ഷാബ്. ബാക്കി കൂടെ കേട്ടാട്ട് യഹൂദൻ മൈക്രോചിപ്പ് വെക്കുമോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ അന്ന് ഭരണത്തിൽ നിന്ന് നീറ്റിക്കളഞ്ഞു. മോശയുടെ 3 തലമുറകളായി ഇസ്രായേലിലുണ്ടെന്ന് അവർ പറയപ്പെടുന്നു. ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല. അവരുടെ പേര് ഹസദിക്ക്, 2 ഹർദിക്ക്, 3 നെട്ടൂരി കർത്ത. ഇത് മോശയുടെ ന്യായപ്രമാണത്തെ ഉറച്ചിരിക്കുന്ന 3 തലമുറകളാണ്. അവന്മാർ വാക്സിൻ പോലും എടുത്തിട്ടില്ല. രാജുപാസ്റ്റർ സ്വോത്രം. അവന്മാരെ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും തലയിൽ ഒരു ചപ്പാത്തി പരത്തിയതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചെന്ന് മതിലേ ചെന്നിടിക്കുന്ന പള്ളിക്ക് വേണ്ടി. സ്വോത്രം. അവന്മാർ വാക്സിൻ പോലും എടുത്തിട്ടില്ല. അവർ ബെഞ്ചമിനെ തന്നെ ഊട് പറഞ്ഞു, ഞങ്ങൾ വാക്സിനും എടുക്കത്തില്ല, അതോടൊപ്പം തന്നെ മൈക്രോചിപ്പ് വെക്കത്തുമില്ല. ഇനി TPMന്റെ പേത്തോമിലെ വാക്യം, ആ കാട്ടാക്കടയിൽ വായിക്കാൻ പോകുന്ന ചാരുപാറയിലെ യഹൂദൻ ഒരിക്കലും മൈക്രോചിപ്പ് വെക്കത്തില്ല. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹൂദൻ എന്തുകൊണ്ട് മൈക്രോചിപ്പ് വെക്കത്തില്ല? വായിക്കാം. പുറപ്പാട് 13. യഹോവയുടെ ന്യായപ്രമാണം, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്
ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കയ്യിന്മേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ, വായിച്ചോ മോനെ, നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. കറക്റ്റ് മോൻ. ലേവ്യ പുസ്തകം പറയുമ്പോൾ വായിക്കണം. യഹൂദന്റെ വചനം എവിടെ? നമ്മുടെ ഇടക്ക് മൊബൈലല്ല, കൈക്കകത്ത് പത്തി ചുറ്റിയിട്ടുണ്ട്. തലയിൽ തേങ്ങ കയറുന്ന അവറാച്ചൻ തലയിൽ ചുറ്റിയോല വചനം. അതിന്റെ പേരാ യൂദ്ഹേ വൗഹേ. ബാക്കി നിങ്ങൾ കേട്ടാട്ടെ. ആന്റി ക്രൈസ്റ്റ് വരും, ഈ വചനം അഴിച്ചു മാറ്റും, തലയിലിരിക്കുന്ന കെട്ടഴിച്ചു മാറ്റും. അതുകൊണ്ട് എൻ്റെ യേശു അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, കരമുയരുന്നില്ല, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ഈ വചനം അഴിച്ചു മാറ്റിയിട്ട് ആന്റി ക്രൈസ്റ്റ് വന്നിട്ട് മൈക്രോ ചിപ്പ് വെക്കും. യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കാൻ അനുവദിക്കത്തില്ല. എന്താ മൈക്രോ ചിപ്പ് വെച്ചാൽ? യഹൂദനോടുള്ള ബന്ധത്തിൽ അവൻ ശപിക്കപ്പെട്ടവൻ. വായിക്കുന്നു ലേവ്യ പുസ്തകം 13:28 എല്ലാ വാക്യങ്ങളും. പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പാകുന്നു. തീപ്പൊള്ളലിന്റെ തിണർപ്പ്. യഹൂദൻ അവനെ, വായിച്ചാട്ട് മോനെ, പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം, ശുദ്ധിയുള്ളവനെ വിളിക്കണം. അതുകൊണ്ട് മതി തീപ്പൊള്ളലിന്റെ തിണർപ്പ്. ഇന്ന് രാത്രി ലോകത്തിലെ 3 കമ്പ്യൂട്ടർ കമ്പനികൾ ഇസ്രായേലിൽ, ടെൽ അവീവ്, IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ്, ഇവരെല്ലാം മൈക്രോ ചിപ്പിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയും ടെക്നോളജി ഇസ്രായേൽ കടന്നിട്ട് ഒരു യഹൂദൻ പോലും മൈക്രോ ചിപ്പ് വെക്കത്തിൽ അവൻ ശപിക്കപ്പെട്ടവനാവും. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഇടവേളയിലേക്ക് വരുന്നു. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആന്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടിയോട് വന്നാൽ, ആദ്യം നിയമത്തെ മാറ്റും, 2 റോബോട്ടിനെ കൊണ്ടുവരും. ഈ മൈക്രോ ചിപ്പ്, ഇന്നത്തെ ആധാർ മാറും, ATM മാറും, വരാൻ പോകുന്ന മൈക്രോ ചിപ്പ് QR കോഡ് കയ്യിലോട്ടൊരു മൈക്രോ ചിപ്പിലേക്ക് പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ആ ചിപ്പ് യഹൂദൻ വെക്കത്തില്ല. ചിപ്പ് വെക്കാത്ത യഹൂദന്റെ തല എതിർ ക്രിസ്തുവിൻ്റെ പടയാളികൾ അറുത്ത് തലമാറ്റം. IS അതാ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. ഇന്ന് സിറിയയിലും മൊസൂളിലും മനുഷ്യൻ്റെ തലയിറക്കുന്നത് പോലെ എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ യഹൂദൻ്റെ തലയറുത്ത് മാറ്റും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. ബൈബിളിനകത്തുണ്ടോ? ആമോസ് 4:12. ഇതാ TPMന്റെ പെയ്ത്തോമിൻ്റെ വാദക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടായി TPMകാർ പ്രസംഗം കേൾക്കുന്നത്. ദാ കിടക്കുന്നു അവസാന ദിനങ്ങളിൽ യെരൂശലേമിന്റെ ന്യായവിധിയിലേക്ക്. വായിക്കാം മോനെ, ആമോസ് 4:12 വായിച്ച് സഹായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി കൺവെൻഷൻ നോട്ടീസിലും കാണും, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മൈക്രോ ചിപ്പുമായിട്ട് ആന്റി ക്രൈസ്റ്റ് വരും. QR കോഡ് മാറ്റി പുറകെ ബാക്കി ഭാഗം ചിന്തിക്കുകയുടെ വേള കഴിയുമ്പോൾ ഈ മൈക്രോ ചിപ്പ് അങ്ങോട്ട് വെക്ക്. മൈക്രോ ചിപ്പ് യഹൂദൻ കൊള്ളത്തില്ല. അവൻ്റെ കയ്യിലിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം 5 പുസ്തകമാണ്. ഉൽപ്പത്തി, ആവർത്തനം, സംഖ്യ, ലേവ്യ, പുറപ്പാട്, തനാക്ക്, തോറ. അവരിതെടുത്ത് വായിച്ചിട്ട് പറയും, ഞങ്ങൾ ശപിക്കപ്പെട്ടവര്. അന്ന് എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ ഇന്നത്തെ സിറിയയിലും മൊസൂളിലും തലയ്ക്കകത്ത് ഷോള് പുതപ്പിച്ച് കുഞ്ഞുങ്ങളുടെ കഴുത്തറക്കുന്നോള് യഹൂദൻ്റെ കഴുത്തറക്കുന്ന കാലം വരും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. എന്നാൽ ആര്യനാട് പുളിമോടിൽ USA കൺവെൻഷൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ആ രക്തം അവിടെ താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഭാഷ്യാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി. സൈന്യാധിപൻ കുന്തമെടുത്തു. യേശു പറഞ്ഞു, സകലതും നിവർത്തിവായി. യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി അപ്പച്ചാമ്മച്ച് 5.5 ലിറ്റർ രക്തവും വെള്ളവും കഴുകുക. അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്ക് 39ാമത് വാർഷിക കൺവെൻഷൻ കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങുവാൻ കാലമായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഇന്ന് രാത്രി 1 ആധാർ, 2 ATM, 3 ആനയുടെ വാല്, 4ാമത്തത് നിർണായകമായി വരുന്നു പാസ്പോർട്ട്, 5 RFID, 6 വരുന്നു QR കോഡ്. ഇനി വരാൻ പോകുന്നത് സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ കയ്യിൽ മേൽ ചിപ്പ് ഘടിപ്പിക്കാൻ പോകുന്നു. അതിന്റെ തുടക്കമാണ് സഞ്ചാർ സാത്തി ആപ്പ്, റിലയൻസ് ജിയോയുമായിട്ട് എലോൺ മസ്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ എതിർ ക്രിസ്തുവിന്റെ വരവിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ? 1ാമത്തെ ഇടവേളയിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഴമലക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, നെടുമങ്ങാട്, ഇവിടെ എല്ലാം ഒരു പരസ്യം ഉണ്ടായിരുന്നു, പോളിയോ. എന്താ പോളിയോ വാക്സിൻ്റെ പ്രത്യേകത പറഞ്ഞു തരാം.
കേട്ടോ കേട്ടോ, പോളിയോ വാക്സിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് കാലുമടത്തി കിടക്കാൻ നമ്മുടെ മോഡിജിയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായിജിയും അത് കഴിഞ്ഞിട്ട് വീണ ജോർജും അനുവദിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇവിടെ പരസ്യം. ഏത് പരസ്യം? നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, പിന്നെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത്, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്, ആര്യനാട് പഞ്ചായത്ത് ജീപ്പിനകത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ പോളിയോ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് എഴുതിയാട്ടെ. PSCക്ക് വരുന്നൊരു ചോദ്യം പറഞ്ഞുതരാം. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ യഹൂദന, അവൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. ആ പോളിയോ കണ്ടുപിടിച്ച PSCക്ക് വരും പരീക്ഷയ്ക്ക് ജോൺ ലിറ്റിൽ വാക്സ്. അതാ മനുഷ്യകുലത്തിനകത്ത് വീട്ടിനകത്ത് ഒരു കുഞ്ഞു മടന്തി കൊടുക്കാതിരിക്കാൻ. പോളിയോ ആശാവർക്കർമാർ വീട്ടിൽ വരും. എന്താ? സിന്ധുവിനോട് പറയും, മോളെ സിന്ധു നാളെ കുഞ്ഞിനെ കൊണ്ടുവരണം, പോളിയോ ഫ്രീ, വായിച്ചാൽ മതി. സിന്ധു കുഞ്ഞിനെ കൊണ്ടുവരികയല്ല. അന്ന് കള്ളിക്കാട് ദീപ ആഡിറ്റോറിയത്തിൽ ചിക്കൻ കാല് തിന്നാൻ പോകും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. എന്നിട്ട് കർത്താവിനെ കുറ്റം പറയും, നീ കൊടുക്കേണ്ട കാര്യം. അത് പറഞ്ഞപ്പോഴേ ഓർമ്മ വന്ന് കള്ളിക്കാട് ദീപ ആഡിറ്റോറിയം. എനിക്ക് വളരെ സന്തോഷം. കോവിഡ് കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ചെറുപ്പക്കാർ കോവിഡ് കുറഞ്ഞപ്പോൾ ഒരു യോഗം നടത്തി. ദീപ ആഡിറ്റോറിയത്തിൻ്റെ മുറ്റത്ത് 2 രാത്രി ഞാൻ പ്രസംഗിക്കുമോ. കർത്താവിൻ്റെ വരവ്. രാത്രി 10:30 എനിക്ക് കാട്ടാക്കടയിൽ നിന്ന് ഇലക്ട്രിക് ബസ്സാണ്. 10 മണിയെ ആരാധന തീർന്നപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ദീപ ആഡിറ്റോറിയത്തിൽ ആ ഹൈന്ദവ നായർ സമുദായത്തിൽപ്പെട്ട ആ ചേട്ടൻ ഓടിപ്പോയി ചായ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് നിന്ന് പ്രസംഗിച്ചത് പാസ്റ്റർ ചായ കുടിക്കാം. സ്വോത്രം. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ആരും കാണാതെ എന്നോട് പറഞ്ഞു, താണ്ട പുറകോട്ടെന്ന് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന്. സ്വോത്രം. ഗ്രൗണ്ടിൽ കൺവെൻഷൻ അതിൻ്റെ കട്ടളയുടെ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ വിഷയം? പാസ്റ്ററെ ആകെ കടത്തില്ല, 2-3 വർഷമായിട്ട് പരിപാടിയില്ല, 20 ലക്ഷത്തിൽ പരം അങ്ങോട്ട് ലോൺ അടയ്ക്കാനുണ്ട്, ഞാൻ ആകെ മുങ്ങിക്കിടക്കുക. ഞാൻ പറഞ്ഞു, ദൈവം ഒരു വഴി തുറക്കും. സന്തോഷമില്ലല്ലോ, സ്വോത്രം. മുറ്റത്ത് കൺവെൻഷൻ നടത്തി ചായയും മേടിച്ചെന്നു. അന്ന് രാത്രി ഞാനങ്ങ് പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കൺവെൻഷൻ നടത്തിയ ചെറുപ്പക്കാരോട് പറഞ്ഞു, ആ പാസ്റ്ററിൻ്റെ കൺവെൻഷൻ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ 2 ദിവസവും പ്രസംഗം കേട്ട് പോകുന്നേരം ഒരു കാര്യം, ഞാൻ പല വാതിലും മുട്ടി, ആരും പൈസ തന്നില്ല. എൻ്റെ ബന്ധത്തിൽ ദുബായിലൊരു പയ്യനുണ്ടായിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചു. അവൻ പറഞ്ഞ്, ചേട്ടൻ 20 ലക്ഷം രൂപ ഞാൻ തരാം, ഒരു പലിശയും വേണ്ട, ഘട്ടമായിട്ട് തന്നാൽ മതി. കരമുയർത്തുന്നവർക്കായി. ക്രിസ്ത്യാനിക്കല്ല, കള്ളിക്കാട് ദീപാഡിറ്റോറിയത്തിലെ ചേട്ടന് കിട്ടിയ കഥയാണ്. പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എങ്കിലും ആ കൺവെൻഷനകത്ത് കരമുയർത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ കരം തൊട്ടു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവം, വിശ്വസ്തനായ ദൈവം. ഇന്ന് ഞാൻ അതുവഴി കള്ളിക്കാടൂടെ ആ അമ്പൂരിയിലും അവിടെ പോകുമ്പോൾ ഓർക്കാറുണ്ട്. ആ മുറ്റത്ത് 2 ദിവസം കിടന്ന് പ്രസംഗിച്ചതാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ എൻ്റെ കാര്യമെന്നറിയാമോ? നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. എന്താ പോളിയോ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് കാലുമടത്തി കിടക്കരുത്. അതിനുവേണ്ടി ആ പോളിയോ വാക്സിൻ. എന്നാൽ ഇന്ന് നമ്മുടെ പുളിമൂട്ടിലെ ബാബു ബ്രദർ ഒരു പോളിയോ വന്നു. ആ പോളിയോയുടെ പേര് മദ്യപാനം, മയക്കുമരുന്ന്, MDMA. ആ പോളിയോ ആ പാപം. ഈ മദ്യപാനത്തിനൊരു വാക്സിൻ ആര് തരും? മയക്കുമരുന്നിന് ആരെങ്കിലും ഒരു വാക്സിൻ തരുമോ? അവനൊന്ന് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് പാപമുണ്ട്, ഇച്ചിരി പാരാസെറ്റമോൾ തരുമെന്ന്. സന്തോഷമില്ലല്ലോ, ഡോക്ടർ പറഞ്ഞ് പുറത്തു പോകാൻ. അപ്പം ആരാണ്ട് പറഞ്ഞു, നീ പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ പോയി, ചിലപ്പോൾ ട്രിപ്പിട്ട് നിൻ്റെ പാപം അലിയിക്കുമെന്ന്. പുള്ളിക്കാരൻ പേരൂർക്കട ജനറൽ ആശുപത്രിയിൽ പോയി ഫിസിഷ്യനെ കണ്ടിട്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് കിടത്തണം, എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, ട്രിപ്പിട്ട് അലിയിക്കണമെന്ന്. ഡോക്ടർ പറഞ്ഞ് കടക്ക് പുറത്ത്. സ്വോത്രം. അപ്പോൾ ആരാണ്ട് പറഞ്ഞ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നല്ലൊരു സർജൻ വന്നിട്ടുണ്ട്, കീഹോളുകാരനാ, വലിച്ച് നിന്റെ പാപം ഊറ്റിയെടുക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. ബാബു അപ്പോയിൻമെൻറ്റുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ അകത്ത് പാപം ഉണ്ടെന്ന് കീഹോൾ ചെയ്യണമെന്ന്. ഡോക്ടർ പറഞ്ഞു പുറത്ത് പോയി. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, നമ്മുടെ RCC പുതിയ നല്ല റേഡിയേഷൻ മെഷീൻ വന്നിട്ടുണ്ട്, നീ യേശു ക്രൂശി കടന്ന പോലെ കടന്നാൽ മതി, നിൻ്റെ നെഞ്ചത്തടിച്ച് പാപം പോക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൻ നേരെ എവിടെ പോയെന്നറിയാമോ? RCC ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഒരു റേഡിയേഷൻ നടത്തി എൻ്റെ പാപം മാറ്റണം. ഡോക്ടർ അവനെ തട്ടി പുറത്ത് കളഞ്ഞു. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ആര്യനാട് പട്ടണത്തിൽ പാപത്തിൽ കിടക്കുന്ന ജനത്തോട് ഞങ്ങൾക്ക് പറയാറുണ്ട്, പാപത്തിന് പരിഹാരമായി പാരാസെറ്റമോൾ ഇല്ല, പാപത്തിന് പരിഹാരമായി ആൻറ്റിബയോട്ടിക് ഇല്ല, പാപത്തിന് പരിഹാരമായി ഇന്ന് രാത്രി കീഹോൾ സർജറി ഇല്ല, പാപത്തിന് പരിഹാരമായി ഇന്ന് രാത്രി റേഡിയേഷൻ ഇല്ല. അതിന് പകരമായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരു വാക്സിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. കരമുയർത്തുന്നവർക്കായി. കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, ആ വാക്സിന്റെ പേരത്ര കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകലമാ പൂർണ്ണ പാപം പോക്കി, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. രാത്രി ഇതാ ജീവന്റെ വചനം. മനസ്സിലാകുന്നവർക്കായി. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട, പ്രസ്ഥാനത്തിനകത്ത് വരണ്ട, മരച്ചുവട്ടിലോ ഓട്ടോയ്ക്കകത്തോ എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഞാനൊരു പാപി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിൻ്റെ പാപത്തെ മാറ്റി സ്വർഗീയ കരത്താൽ നിൻ്റെ മാറോട് ചേർക്കുന്ന ദൈവസ്നേഹം ഇന്ന് രാത്രി ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു. അതേ ക്രൂശിൻ്റെ സ്നേഹം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ വിചാരിക്കും പാപം മാറുമോ? തിരുവനന്തപുരത്ത് ചെങ്കൽ ചൂള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. 2012
12-13 കാലമാണ് ചെങ്കൽച്ചൂളയിൽ ഞാൻ വരുന്നത്. ചെങ്കൽച്ചൂളയിൽ അന്ന് നല്ല സ്ഥലങ്ങളൊന്നുമില്ല, ഒരു ആലിൻ്റെ ചൂടുണ്ട്, പലപ്പോഴും അവിടെ യോഗം നടത്താൻ പറ്റത്തില്ല. അവിടെ കാന ഒഴുകുന്നു, കാനയുടെ മേളിൽ തടിയിട്ടതിന് ശേഷമാണ് ഞങ്ങൾ യോഗം പ്രസംഗിക്കുന്നത്. അന്ന് എൻ്റെ കൂടെ പാട്ട് പാടുന്ന ഒറ്റ ഒരു കുഞ്ഞാ ഉണ്ടായിരുന്നുള്ളൂ. 2 ബോക്സും ഒക്കെ ആയിട്ട് സ്റ്റാൻലി, ബാക്കിയുള്ള അവിടുത്തെ ചെറുപ്പക്കാർ, കുമാരപുരം സ്റ്റാൻലി ആയിരുന്നു പാട്ടുപാടി സഹായിക്കുന്നത്. ഞങ്ങൾ കട്ടച്ചായം കുടിച്ചിട്ട് പാടുക. 2012-13 ആൾക്കാരെല്ലാം കാക്കിച്ച് നമ്മളെ തുപ്പിക്കൊണ്ട് പോകുക. സ്വോത്രം മനസ്സിലാകുന്നവർക്ക്. അന്ന് ചെങ്കൽച്ചൂളയുടെ പ്രത്യേകത, കൈവെട്ടിയാൽ 3, കാല് വെട്ടിയാൽ 5, കൊലപാതകം നടത്തിയാൽ 18 ലക്ഷം രൂപ. സ്വോത്രം അവിടെ നാളെ കിട്ടുമായിരുന്നു. വചനം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി, ചെറുപ്പക്കാർ വന്നു. ഇന്ന് പലരും അതിനെപ്പറ്റി ഭയങ്കര ഞങ്ങൾ ചെങ്കൽച്ചൂളക്കാരാണെന്നൊക്കെ പറയുന്നു. സ്വോത്രം അവിടെ നിൽക്കട്ടെ. ചെറുപ്പക്കാർ വന്നപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു മാന്യമായിട്ട്, മോനെ 3 ലക്ഷം രൂപയ്ക്ക് കൈവെട്ടിയാൽ പൂജപ്പുര ചെയ്യില്ല, 5 ലക്ഷം രൂപയ്ക്ക് കാല് വെട്ടിയാൽ 7 വർഷം, ഒരുപക്ഷെ വിയൂര് കിടക്കാം, 18 വർഷം കൊലപാതകത്തിൽ പോയി 14 വർഷം നീ ജയിലിൽ കിടക്കണം, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആരും കാണത്തില്ല, അതുകൊണ്ട് ഈ കൊലപാതക പരമ്പരയിൽ നിൽക്കണോ, യേശുവിനെ കാണണോ? കരമുയർത്തുന്നവർക്കായി അന്ന് ചിലരെ കിട്ടിയ അച്ചായ, അതിലൊന്ന് ലങ്കാ കുമാർ, അതൊന്ന് ഗുണ്ടുകാട് ഷാബു, അത് കഴിഞ്ഞ് പേട്ട ഫെലിക്സ്, മൊട്ടമൂട് ബൈജു, ഇവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് നിങ്ങൾ ചെങ്കൽച്ചൂളയിലോട്ട് ചെല്ലണം. കൊട്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും, ദാണ്ട് ഒരു ബൈബിളുമായിട്ട് പോകാം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി. മതങ്ങൾക്ക് കഴിയത്തില്ല, ഇസങ്ങൾക്ക് കഴിയത്തില്ല, ഭരണകൂടങ്ങൾക്ക് കഴിയത്തില്ല. കേരളത്തിൻ്റെ ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോടൊരിക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, പണ്ട് ഞങ്ങൾക്ക് ചെങ്കൽച്ചൂളെ കയറാൻ പേടിയായിരുന്നു, ഇന്ന് ഏത് രാത്രിയിലും ഏത് പകലും അതുവഴി കടന്നു പോകാം, ശാന്തതയുടെ പട്ടണമാക്കി മാറ്റി. ബാക്കിയൂടെ കേട്ടാട്ടെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഏകദേശം വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ചെങ്കൽച്ചൂളയിൽ 3 രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. 3 രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടയുടെ ബാധക നിൽക്കുന്നത് പോലെ, ഞാനൊരു പ്രവാചകനല്ല, ഇടവേള വന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു, അവനോട് പറഞ്ഞോണം ഇവിടുന്ന് സ്ഥലം വിട്ടു പോകാൻ, നിന്റെ ദിവസം അടുത്തു പോയെന്ന്. സ്വോത്രം. അവനവിടെ കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. യോഗത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, സ്വോത്രം. ചെറുപ്പക്കാർ പറഞ്ഞു, പാസ്റ്റർ ദൂത് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചപ്പം ദൈവാത്മാവ് പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, അന്ത്യകാലം പറയുന്നതാ. അപ്പോൾ അവൻ ആരാന്ന് പാസ്റ്റർ പിടികിട്ടിയെന്ന് വെച്ചു. അപ്പോഴാണ് തിരുവനന്തപുരം പട്ടണത്തെ പറപ്പിച്ച വൈറൻ സെൽവൻ. മനസ്സിലാകുന്നവർക്കായി, ബാക്കി കേട്ടോണം. സ്വോത്രം. അപ്പോൾ അവൻ്റെ കൂട്ടുകാരി എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു 48 മണിക്കൂറിനകം നീ ഇവിടുന്ന് പൊക്കോണം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ പറഞ്ഞു, എന്തെന്ന്, തിരുവനന്തപുരം പട്ടണത്തിൽ എന്നെ തട്ടാൻ ആരുമില്ലെന്ന് രായിച്ച. സ്വോത്രം. ദൈവമാ അവസരം കൊടുത്ത് 48 മണിക്കൂറായില്ല, 36 മണിക്കൂർ മ്യൂസിയത്തിൻ്റെ ഇവിടെ ആട്ടോയിൽ പോകുമ്പോൾ 4 ബൈക്കുകൾ ക്രോസ് വെച്ചു വൈറൻ സെൽവനെ അവിടെ വെച്ച് കുത്തിക്കൊന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അന്ന് തിരുവനന്തപുരം SP ഗോപകുമാർ സാർ അത് എടുക്കാൻ വന്നപ്പോൾ ആരാണ്ട് സാറിനോട് പറഞ്ഞു, സാറ് ഒരു പാസ് ഇവിടെ വെച്ച് പറഞ്ഞു, ഇവൻ ഇവിടുന്ന് സ്ഥലം വിട്ടാൽ രക്ഷയാന്ന്. അദ്ദേഹം പറഞ്ഞതാ. അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടെങ്കിലും അവൻ പോയിരുന്നേ അവനൊരു വിടുതൽ കിട്ടിയാണ്. ഇന്ന് രാത്രി ചില വാക്കുകൾ കേട്ട് ദൈവസന്നിധിയിൽ നീ മടങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ടൈമിങ് പോലും ദൈവം നിയമിച്ചു വെച്ചിരിക്കുക. കഴിഞ്ഞ 2025 കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ചെങ്കൽച്ചൂളയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചെങ്കൽച്ചൂളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പ്രസംഗം സജീവമായി. എനിക്ക് തോന്നുന്നു എൻ്റെ തലേ ദിവസം ഫസ്റ്റ് എബ്രഹാം തീർന്നു. 2ാം ദിവസം അവസാന ദിവസം ഞാൻ രാത്രിയാണ്. ചെറുപ്പക്കാരും അവിടെ എല്ലാം ഉണ്ട്. അവിടെ വെച്ച് തലയിൽ വർഷങ്ങൾക്ക് മുമ്പ് കൈവച്ചൊരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ദുബായിലും പ്രസംഗിക്കുന്നു. അവൻ്റെ പേര് പ്രശാന്ത് ചെങ്കൽച്ചൂള. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഒരു യോഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം കൈവച്ച് പ്രാർത്ഥിച്ചതാ പ്രശാന്ത് ചെങ്കൽച്ചൂളയിൽ. സന്തോഷമില്ലല്ലോ പാസ്റ്റർമാരെ? നമ്മുടെ കുഞ്ഞുങ്ങൾ ദുബായിലോ അമേരിക്കയിലോ പോയി സൂചനം പ്രസംഗിക്കട്ടെ. സ്വോത്രം. എനിക്ക് സന്തോഷമുണ്ട്. അടുത്ത ദിവസം ഞാനും ആ കുഞ്ഞുകൂടെ പെരുങ്കടവിള കൺവെൻഷനിൽ പ്രസംഗിക്കുന്നുണ്ട്. അടുത്ത ഒരു ദിവസം പുള്ളിയും 2 ദിവസം ഞാൻ പ്രശാന്തിൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവനന്ന് ചായ കൊണ്ട് തരുന്നത് ഞാൻ അവന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് ഞാനീ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇവിടെ രാഴ്ച വെള്ളം തരുന്ന പോലെ ഒരു പ്രായം ചെന്ന അമ്മച്ചി അന്ന് രാത്രി വെള്ളം കൊണ്ട് തന്നു, പിന്നെ കാപ്പി ഇടുന്നത്. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പാസ്റ്റർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അയ്യോ, ഞങ്ങൾ മറ്റൊരു സമുദായക്കാരാ, പാസ്റ്റർ എല്ലാ പ്രാവശ്യവും ഇവിടെ വരും, കരം ഉയർത്താൻ പറയും, പ്രാർത്ഥിക്കൂ. എൻ്റെ മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ ഖത്തറിൽ പോയി ഊരൂട്ടമ്പലത്ത് ഞങ്ങൾ നല്ലൊരു വാർത്ത വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഈ 2026 മുമ്പ് ഞങ്ങൾ സ്ഥലം മാറുമെന്ന്. കരം ഉയർത്തുന്നവർക്കായി. അമ്മച്ചി പെന്തിക്കോസിലും ചേർന്നില്ല, ഒരു കോസിലും ചേർന്നില്ല. കരം ഉയർത്തി ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തപ്പോൾ അവർക്ക് നല്ല നിലവാരങ്ങൾ മാറ്റി. ചെങ്കൽച്ചൂളയ്ക്കകത്ത് ഒരു കാലത്ത് കത്തിപിടിക്കുന്നിടത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതിനകത്ത് കൈക്കും കാലിനും തലയ്ക്കും വില പറയുന്നതിനകത്ത് അന്ന് വടിവാള് മഴുവെടുത്തവൻ്റെ കയ്യിൽ ഇന്ന് തിരുവചനമെടുക്കുവാൻ സത്യത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിച്ചെങ്കിൽ ആര്യനാട് ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല. മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന അനുഗ്രഹത്തിൻ്റെ പടവുകൾ ചൂട്ടിക്കൊടുക്കുന്ന സത്യജീവൻ്റെ മൊഴിമുത്തുകളായി ഇന്ന് രാത്രി ഞങ്ങൾ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി താങ്കളുടെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ആട്ടുംകുട്ടി
ആട്ടിൻകുട്ടിയുടെ വിലയേറിയ രക്തത്തിന് കഴിയും. രണ്ടാം രാത്രിയും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. പുളിമൂടാരിനാട് ഓൺലൈൻ പുണ്യസ്ഥലങ്ങൾ, സ്വോത്രകാഴ്ചകൾ, ഉരുളലുകൾ, ഇതൊന്നും വേണ്ട മകനെ മകള്. നെഞ്ചത്ത് കൈവച്ച് യേശു രക്ഷകൻ, യേശു കർത്താവ്, രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറ്.